നെതന്യാഹുവിന്റെ സൈഡിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ഇന്റർവ്യൂ നടന്നത്. നെതന്യാഹുവിനെ ഒരു തീവ്ര വലതുപക്ഷ പോഡ്കാസ്റ്റർ ഉണ്ട്, അവിടുത്തെ ജൂയിഷ് പോഡ്കാസ്റ്റർ. പുള്ളിയുടെ കൂടെയുള്ള ഒരു ഇന്റർവ്യൂവിലാണ്, പോഡ്കാസ്റ്റിലാണ് ഈ ഒരു കാര്യം നെതന്യാഹു വെളിപ്പെടുത്തിയത്. അതായത് But it's not only that. We've also defeated enemies who are your enemies who are trying to develop intercontinental ballistic missiles armed with nuclear warheads to attack your cities. That's what Iran was doing. We just knocked out Iran. Also with, as I said, with President Trump's very judicious and pointed assistance. It didn't start World War III. It didn't require, thousands of Americans to die or to go to Tehran. We had exactly the right alliance in which we shared the labor, and we achieved this neutralization of Iran, which could blackmail every American city. People probably don't believe it, right? ഇറാന്റെ കയ്യിൽ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. ഏകദേശം 8,000 കിലോമീറ്റർ വരെ പോകാൻ പറ്റുന്ന മിസൈൽസ് ആണ് അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അതൊരു 3,000 കിലോമീറ്റർ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 11,000 കിലോമീറ്റർ ആയി. ഇറാനിന് ഒരു മിസൈൽ തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അത് അമേരിക്കയിലെ ഏത് ഭാഗത്തും, ന്യൂയോർക്ക് സിറ്റിയിലോ ബോസ്റ്റണിലോ വാഷിങ്ടണിലോ ഈവൻ ട്രംപിന്റെ റിസോർട്ടിന്റെ അകത്ത് വരെ പൊട്ടിക്കാൻ അത്രയും കെൽപ്പുള്ള തരത്തിലോട്ടുള്ള മിസൈൽസ് എത്രയും പെട്ടെന്ന് തന്നെ ഇറാൻ ഉണ്ടാക്കും. അങ്ങനെ ഒരു മിസൈൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ 8,000 ഓൾറെഡി ഉണ്ട്, ഇനി അതിലൊരു 3,000 കിലോമീറ്ററും കൂടെ ആഡ് ചെയ്യാൻ അവർക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇറാന്റെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരും അമേരിക്ക പോലത്തെ ഒരു രാജ്യം. അതല്ലെങ്കിൽ ഇറാന്റെ ഒരു ന്യൂക്ലിയർ ബട്ടന്റെ മാത്രം ബലത്തിൽ അമേരിക്ക പേടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അത് ഞങ്ങൾ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പാണ്. അതല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ, അങ്ങനെയൊന്നും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നും അമേരിക്കയുടെ കൂടെ ഉണ്ടാവും. ഒരു തരത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിനുള്ള ഒരു മുറകൂട്ടലാണ്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇറാൻ ആക്രമിക്കും, കാരണം ഇറാൻ അമേരിക്കക്ക് പോലും ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇറാനെ എപ്പം വേണമെങ്കിലും ആക്രമിക്കാൻ റെഡിയാണ്. ലോക 1-ാം നമ്പർ രാജ്യമായിട്ടുള്ള അമേരിക്കക്ക് അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഞങ്ങൾ, അതായത് ഇസ്രായേലിനെ പോലെയുള്ള രാജ്യങ്ങൾ എന്നും കൂടെ ഉണ്ടാവും. അപ്പം 1-ാം നമ്പർ രാജ്യമായി നിൽക്കണമെങ്കിൽ ഇതുപോലത്തെ സഖ്യകക്ഷികളുടെ സപ്പോർട്ടോടെ വേണമെന്നും കൂടാണ് നെതന്യാഹു ഈ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചുരുക്കത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഗസ സീസ് ഫയറിലോട്ട് എത്തി, വെടിനിർത്തലായി. ഗസയിലെ വംശഹത്യയുടെ ഒരു വിരാമം, ഫുൾ സ്റ്റോപ്പാണോ കോമയാണോ നമുക്കറിയില്ല. എൻ്റെ ഒരു മനസ്സിൽ കോമയായിരിക്കാനേ ചാൻസിൽ. ഒരിക്കലും അതൊരു ഫുൾ സ്റ്റോപ്പാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ജൂയിഷ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം ഇതുവരെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ഏതൊരു സീസ് ഫയർ ആയിക്കോട്ടെ, ഏത് തരത്തിലെ ഇന്റർനാഷണൽ കരാറുകളായിക്കോട്ടെ, അതൊക്കെ ലംഘിച്ച ചരിത്രം മാത്രമേ നെതന്യാഹുവിനും അതല്ലെങ്കിൽ ഇസ്രായേലി ഗവൺമെന്റിനുള്ളൂ. അതുകൊണ്ട് ഇതൊരു കോമയിൽ നിൽക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാനമായി എന്ന് കഴിഞ്ഞാൽ ഇനിയൊരു യുദ്ധം പല രീതിയിലും തുടങ്ങിയവർക്ക് പറ്റും. ചിലപ്പം അത് ഇറാനോടുള്ള യുദ്ധമാവാം, അതല്ലെങ്കിൽ ഓൾറെഡി ഹൂത്തികളോട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഹിസ്ബുള്ളുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ്, വെറും പ്രോക്സി ഗ്രൂപ്പുകളാണ്. അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു വൻ യുദ്ധത്തിലോട്ട് പോകണമെങ്കിൽ ഇറാനെ പോലത്തെ ഒരു രാജ്യം തന്നെ മുന്നോട്ട് വരണം. അതിന് ഇറാനെ കുത്തിയിട്ടോ അല്ലെങ്കിൽ അമേരിക്കനെ കുത്തിയിട്ടോ, അതല്ലെങ്കിൽ ഇറാനെയും അമേരിക്കനെയും തമ്മിൽ അടുപ്പിച്ചിട്ട് കൂട്ടത്തിൽ ഞങ്ങളും കൂടെ ചേരുക എന്നും പറഞ്ഞിട്ട് ഒരു വൻ യുദ്ധത്തിലോട്ട് പോകാനുള്ള ബിബിയുടെ ഒരു കണക്കുകൂട്ടലുകളായിട്ടാണ് നമുക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നത്. ഇത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സത്യാവസ്ഥയാണ്. ഇറാന്റെ കയ്യിൽ 8,000 കിലോമീറ്ററോളം പോകുന്ന ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. അത്രയും വലിയ പവേർഡ് മിസൈൽസ് ഈവൻ അമേരിക്കയുടെ കയ്യിലോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിലോ പോലും ഇല്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു രാജ്യത്തിന് ഇനിയൊരു 11,000 കിലോമീറ്ററും കൂടെ, ഒരു 3,000 കിലോമീറ്ററും കൂട്ടിക്കഴിഞ്ഞാൽ 11,000 കിലോമീറ്റർ വരെ പോകുന്ന മിസൈൽസ് ശക്തിയുള്ള ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞാൽ ഇറാൻ ഉറപ്പായിട്ടും അമേരിക്കയും ഇവരൊക്കെ പേടിക്കേണ്ടത് തന്നെയുണ്ട്. കാരണം നമുക്കറിയാം കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിൽ, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ അവസാനത്തെ സപ്പോർട്ടും ഇറാന്റെ തന്നെ ആണവ നിലയങ്ങളിലൊക്കെ പോയിട്ട് അമേരിക്കയുടെ ബങ്കർ ബ്ലസ്റ്റ് ബോംബുകൾ അവിടെ പോയി പൊട്ടിച്ചു പോകുന്നത് നമുക്കറിയാം. പക്ഷെ അതൊന്നും ഇറാന് ഒരു തരത്തിലും ഒരു ക്ഷീണം വന്നിട്ടില്ല എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. കാരണം അവർ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം, റിഫൈൻ ചെയ്തിട്ടുള്ള യുറേനിയം വേണ്ട സ്ഥലത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയും അവർക്ക് ആണവ ആയുധം നിർമ്മിക്കാനുള്ള പല കാര്യങ്ങളും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റഷ്യ കൂടത്തിൽ 4 പ്ലാന്റുകൾ, ആണവ റിയാക്ടർ പ്ലാന്റുകൾക്ക്
ഉള്ള സപ്പോർട്ടും എല്ലാം കൊടുക്കാമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ നെതന്യാഹു അടുത്തൊരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടൽ തന്നെയാണ്. ഇനിയൊരു യുദ്ധത്തിലോട്ട് നെതന്യാഹു പോയിട്ടില്ലെങ്കിൽ ഇപ്പം ഒരുപാട് കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ തന്നെയുള്ള കോടതികളിൽ പലതരത്തിലുള്ള വിചാരണകളും നേരിട്ടേ പറ്റൂ ബെഞ്ചമിൻ നെതന്യാഹുവിന്. അതുകൊണ്ട് തന്നെ ആ ഒരു വിചാരണകൾ ഏറ്റെടുക്കാണ്ടിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിലോട്ട് പോകാണ്ടിരിക്കണമെങ്കിൽ രാജ്യം യുദ്ധത്തിലായിരിക്കണം. അതങ്ങനെയാണ്. രാജ്യം ഒരു യുദ്ധത്തിലാണെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് ഇപ്പോൾ കാലം കഴിയാറായ ഗവൺമെൻറ് ആണെങ്കിൽ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാനേ നോക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക തലപ്പത്തിരിക്കുന്ന ആളുകളെ ചേഞ്ച് ചെയ്യാണ്ട് യുദ്ധം മുന്നോട്ട് പോകാനാണ് എപ്പോഴും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഒരു വിചാരണക്കും അറ്റൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ കൊലാകാലം യുദ്ധം ചെയ്ത് ജീവിച്ചു പോവാ എന്ന് ചിന്തിക്കുന്ന ഒരു യുദ്ധപിശാച് അല്ലെങ്കിൽ യുദ്ധപുറയെ മാത്രമാണ് നെതന്യാഹു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഗസ വെടിനിർത്തൽ തീർന്നത്. അതായത് ഇനി ഹമാസിനെ അവിടെ പോയി ആളുകളെ കൊല്ലുക എന്നല്ലാണ്ട് ഹമാസിന്റെ കയ്യിൽ നിന്ന് ബന്ദികളെ തിരിച്ചു കിട്ടൂല എന്നും, അല്ലെങ്കിൽ ഹമാസിന്റെ ഒരാളെ തുരങ്കത്ത് കയറി അടിക്കാൻ പറ്റില്ല എന്നും വ്യക്തമായിട്ടുള്ള അറിവുള്ളത് കൊണ്ട് തന്നെ നെതന്യാഹു ആ ഒരു എന്താ പറയുക സീസ് ഫയറിലോട്ട് ഒന്ന് ഒതുങ്ങി കിട്ടുന്ന ബന്ദികളെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് അവിടെയുള്ള 10-20 ലക്ഷം ആൾക്കാരും കൂടെ കൊന്നു തീർത്ത് ആ ഒരു വംശത്തിനെ തന്നെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു യുദ്ധം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുക. അപ്പോഴേക്കും അടുത്ത യുദ്ധം നമുക്കിവിടെ തുടങ്ങി വെച്ചേ പറ്റൂ. അത് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനൊരുങ്ങിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇറാനും ഇരിക്കുന്നത്. ഈ നെതന്യാഹുവിൻ്റെ ഈ ഒരു പ്രസ്താവനക്കെതിരെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്നലെ മറ്റൊരു മറുപടി പോലത്തെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ, നെതന്യാഹുവിൻ്റെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വെറുതെ ആളെ പേടിപ്പിക്കാനും അതല്ലെങ്കിൽ അമേരിക്ക പോലത്തെ ഒരു രാജ്യത്തിന് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് ഒരു യുദ്ധത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ തനിക്ക് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ നെതന്യാഹുവിനൊരു യുദ്ധം ചെയ്യുമ്പോൾ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്ന പ്രസ്താവനകൾ മാത്രമാണ്. ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതല്ല, ഇനി നിങ്ങൾ ഇത് തന്നെ വേണം, യുദ്ധം വേണം എന്നുള്ള രീതിയിലാവുകയാണെങ്കിൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങളുടെ സൈഡിലുണ്ട് എന്ന് വ്യക്തമായിട്ടുള്ള മറുപടി തന്നെയാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്നലെ തിരിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനിയൊരു യുദ്ധം മുന്നോട്ട് ആവും എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം ഇപ്പം നമ്മൾ പുറത്തുള്ള പല ഇൻ്റർനാഷണൽ ന്യൂസുകളും പല ഇൻ്റർനാഷണൽ എന്താ പറയുക റൈറ്റപ്സും കാര്യങ്ങളും ഒക്കെ കാണുമ്പം ഇതൊരു യുദ്ധത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള മുൻപേ ഉള്ള നമുക്കറിയാം ഇങ്ങനെ കുറച്ച് പറഞ്ഞ് അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് ബേസുകൾ, പ്രത്യേകിച്ച് ഖത്തറിലെ ബേസുകളിലൊക്കെ ആയുധങ്ങളായിട്ടും പല ഫൈറ്റർ ജെറ്റുകളായിട്ടും ടാങ്കുകളായിട്ടും നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ഖത്തറിൻ്റെ ബേസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ അമേരിക്കക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമായിരിക്കും ഈ പറഞ്ഞ ഖത്തർ ബേസിൽ നിന്ന് തങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ എന്താ പറയുക ഫൈറ്റർ ജെറ്റുകളും ബാക്കി കാര്യങ്ങളും എടുത്തുകൊണ്ട് ഇറാനിൽ കൊണ്ട് അടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് എല്ലാ സ്ഥലത്തും മിഡിൽ ഈസ്റ്റിലുള്ള കംപ്ലീറ്റ് സ്ഥലങ്ങൾ കംപ്ലീറ്റ്ലി ആയുധങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരുപാട് ന്യൂസുകൾ ഒരു മാസമായിട്ട് തന്നെ വരുന്നുണ്ട്. ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് പല ഫൈറ്റർ എന്താ പറയുക ഫ്ലൈറ്റ് റഡാറുകളിലും അമേരിക്കയുടെ പല ഫൈറ്റർ ജെറ്റുകളും ഖത്തറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പല സമുദ്രമാർഗങ്ങളിലൂടെ പല ഷിപ്പുകളും, അതായത് നമ്മുടെ എന്താ പറയുക പടക്കപ്പലുകൾ തന്നെ റെഡി ആയിട്ട് പോന്നിട്ടുണ്ട്. എല്ലാം ഇവരുടെ തീരത്ത്, അതായത് ഏത് നേരം ഇറാൻ അടിക്കണം എന്നുള്ള രീതിയിലോട്ട് റെഡിയാക്കി സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇറാൻ്റെ കയ്യിലുണ്ട്, ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇറാൻ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ പലതരത്തിലുള്ള പുതിയ മിസൈൽസ് ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് തന്നെ ഏറ്റവും ബെസ്റ്റ് ഇറാൻ ഒരു ബാലിസ്റ്റിക് മിസൈൽ രൂപീകരിച്ചിട്ടുണ്ട്. 8000 കിലോമീറ്ററും അതിൻ്റെ മേലോട്ടൊക്കെ പോകാൻ പറ്റുന്നതൊക്കെ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ്. അത് മാത്രമല്ല റഷ്യ ആയിട്ട് ഒരു 2-3-4 പുതിയ കരാറുകളിലോട്ടാണ് ഇറാൻ ഇപ്പം സൈൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വന്ന ഒരു കരാറെന്ന് പറഞ്ഞാൽ 48ഓളം സുക്കോയ് Su-35 ഏറ്റവും ലേറ്റസ്റ്റ് റഷ്യയുടെ വിമാനങ്ങളുമായിട്ടുള്ള കരാറിലോട്ടാണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് MiG-29 ഒരു കരാറിലോട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത രീതിയിൽ പല ഹിഡൻ എഗ്രിമെൻറ്റ്സ് നടക്കുന്നുണ്ട്. അത് ചൈനയായിട്ട് ചില ഹിഡൻ എഗ്രിമെൻറ്റ്സ് നടക്കുന്നുണ്ട്, നമ്മളാരും അറിയുന്നില്ല എന്ന് മാത്രം. അങ്ങനെ പല ന്യൂസുകളും പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സപ്പോർട്ടും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇറാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതും ഏത് നേരവും ഈ ഒരു ഇസ്രായേലായിട്ടുള്ള യുദ്ധം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് മിസൈൽ മാത്രമല്ല ഡയറക്റ്റ് ഫൈറ്റർ ജെറ്റുകളിൽ അവിടെ പോയിട്ട് അടിക്കണം എന്നുള്ള ഒരു ആവശ്യമുള്ളത് കൊണ്ടും തന്നെയാണ് ഇറാൻ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും നല്ലതല്ല. യുദ്ധം വരാണ്ടിരിക്കട്ടെ എവിടെയാണെങ്കിലും. അതും ഇറാനും ഇസ്രായേലും പോലത്തെ ഒക്കെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വരുമ്പം
വളരെ ഈസി അല്ല. ഈവൻ അമേരിക്ക കൂടെ ഇസ്രായേലിൻ്റെ കൂടെ കൂടി നിന്നാലും ഇറാൻ തിരിച്ചടിക്കാൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അത് അവരെ എവിടെ വേണമെങ്കിലും അടിക്കും, അമേരിക്കയുടെ ഏത് ബേസുകളിൽ വേണമെങ്കിലും അടിക്കാം. അങ്ങനെ ഗൾഫിലോട്ടൊക്കെ അതുപോലത്തെ ഒരു മിസൈൽ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മലയാളികൾക്കും മറ്റുള്ള ആളുകൾക്കും വിദേശികൾക്കും അവിടുത്തെ ആളുകൾക്കും എല്ലാവർക്കും അതൊരു വലിയ പ്രശ്നം തന്നെ ആയിട്ട് വരും. അപ്പം ഇതൊരു യുദ്ധക്കോപ്പാണ്, അല്ലെങ്കിൽ യുദ്ധത്തിനുള്ള ഒരു സ്വരുക്കൂട്ടലാണെന്ന് തന്നെയാണ് നമുക്ക് പല ന്യൂസുകളിൽ നിന്നും വ്യക്തമായി വരുന്നത്.